ആരുടെ കാര്യമായി പറയുന്നത്? അമ്മുമ്മയുടെ. ഏതമ്മുമ്മ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? നിങ്ങളുടെ അമ്മുമ്മ കഴിഞ്ഞ ദിവസം മരിച്ചു പോയില്ലേ? അതിന്റെ പേരിൽ ലീവ് എടുത്തല്ലേ ആതിര ഇങ്ങോട്ട് വന്നത്. ആതിരെ, ഇതെന്താണ് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ? മാഡം എന്നോട് ക്ഷമിക്കണം. എൻ്റെ അമ്മുമ്മ മരിച്ചു എന്ന് പറഞ്ഞത് സത്യമോ? പക്ഷെ അത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. എനിക്ക് ലീവ് കിട്ടാൻ വേണ്ടി. You cheat! പണ്ട് മരിച്ച അമ്മുമ്മ വീണ്ടും മരിച്ചു എന്ന് പറഞ്ഞാണോ നീ പോലീസുകാരെ പറ്റിക്കുന്നേ? അത്രയ്ക്ക് എമർജൻസി ആയതുകൊണ്ടാ ഞാൻ ഇന്നലെ രാത്രി എന്റെ കാറിൽ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടത്. നിന്നെ പോലെ ഞാനും അരിയാഹാരം തന്നെയാ കഴിക്കുന്നേ. ആതിര ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. പക്ഷെ അതിന്റെ പേരിൽ മാഡം അവളെ തല്ലിയത് ശരിയായില്ല. സ്റ്റുഡൻസ് ഒരു തെറ്റ് ചെയ്താ അവരെ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തുക വേണ്ടത്, അല്ലാതെ പോലീസ് മുറിയിൽ തല്ലുകയല്ല. എന്റെ അനിയത്തെ തല്ലാൻ നിങ്ങൾക്ക് എന്താ അധികാരം? കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ ട്രെയിനിങ് ക്യാമ്പിൽ ഇവളെ ടോർച്ചർ ചെയ്യുന്ന കാര്യം ഞങ്ങൾക്കറിയാം. ഒരു ഗുരുനാഥ എന്ന പരിഗണന വെച്ച് മാത്രമാ ഞാൻ നിങ്ങൾക്കെതിരെ മേലധികാരികൾക്ക് കംപ്ലൈന്റ് കൊടുക്കാത്തത്. ഇവളിപ്പൊ കാണിച്ച ഈ കള്ളത്തരം മാത്രം മതി ഇവളെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ. നീ ഇനി പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ കാലുകുത്തി. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. നിന്നെ പോലത്തെ കള്ളികളെ കേരള പോലീസിന് വേണ്ട. നീ ട്രെയിനിങ് പൂർത്തിയാക്കി പോലീസിൽ ചേരുന്നത് എനിക്കൊന്ന് കാണണം. എടീ, നീ ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാവോ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? നിങ്ങൾ എല്ലാരും കൂടി എന്നെ വിട്ടിയാക്കാണോ? ക്ഷമിക്കാൻ പറ്റാത്ത വലിയ തെറ്റാതിര നീ ചെയ്തത്. എന്റെ അനിയത്തിമാരൊക്കെ ഇങ്ങനെ കള്ളം പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പോലീസ് ട്രെയിനിങ് ക്യാമ്പ് നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമല്ല. ഇത്തിരി പ്രയാസോ. എന്റെ കഷ്ടപ്പാടുകള് ഞാൻ നിങ്ങളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ദയവേത് എന്റെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. ഇനി ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഞാനില്ല. ഞാൻ മറ്റെന്തെങ്കിലും ജോലിക്ക് കയറിക്കോളാം. നീ കള്ളം പറഞ്ഞ് ട്രെയിനിങ്ങിൽ നിന്ന് മുങ്ങിയതാണെന്ന് അവര് PSCക്ക് റിപ്പോർട്ട് ചെയ്താ ആജീവനാന്തം നിനക്ക് മറ്റൊരു PSC ടെസ്റ്റ് എഴുതാൻ പറ്റില്ല. എനിക്ക് സർക്കാർ ജോലിയൊന്നും വേണ്ട. ഞാൻ നമ്മുടെ ഹോട്ടലില് ഒരു സപ്ലയറായി ജോലി ചെയ്ത് ജീവിച്ചോളാം.
ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.